ഹായ് ഫ്രണ്ട്സ്, വെൽക്കംസ് ടു ചിക്കീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് MTRൻ്റെ 175, അതായത് 175 ഗ്രാമിൻ്റെ ഗുലാബ് ജാമിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഗുലാബ് ജാം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുമ്പേ ഞാൻ കാണിച്ചിട്ടുള്ള ആ പൗഡറാണിത്. 175 ഗ്രാം പൗഡറാണിതുള്ളത്. ഇതൊരു 500 ഗ്രാം, അതായത് 1/2 കിലോ പഞ്ചസാരയും ഏലക്ക എടുത്തതുമാണത്. അത്രയും തന്നെ വെള്ളം, 500 ml വെള്ളം, പിന്നെ കുറച്ച് ബദാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അത്രയും തന്നെ വെള്ളം ഒഴിക്കുക. ഇത് മുഴുവൻ ഈ പഞ്ചസാര മുഴുവൻ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നിടം വരെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ പഞ്ചസാര എല്ലാം നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാനൊരു മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് നല്ലതായിട്ട് തിളച്ച് എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലിനകത്തിലും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെള്ളം എടുത്ത് ഇത് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഗുലാബ് ജാമിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് നെയ്യൊന്ന് നമുക്ക് തടവി വയ്ക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു 35 ചെറിയ ഉരുളകൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇവിടെ അങ്ങനെ ഗുലാബ് ജാം ഉണ്ടാക്കാനുള്ള ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടാവാൻ വയ്ക്കാം. നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നങ്ങോട്ട് പറക്കിയിടാം. ഇത് നല്ലതായിട്ട് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ ഇത് നമുക്ക് കോരി നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പഞ്ചസാര ലായനിയിലോട്ട് ഇടാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി ഈ ലായനിക്കകത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഗുലാബ് ജാമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. ഇനി ഇതിൻ്റെ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് ചേർക്കുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇതെല്ലാം നല്ല സെറ്റായി ഉപയോഗിക്കാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം. ഉണ്ടോ, നല്ല പാകത്തിന് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.